ഓം മിത്രായ നമ. പ്രപഞ്ചന 777 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് ശ്രീചക്രം പരിചയപ്പെടാം. ശ്രീചക്രം എന്നത് ആദിപരാശക്തി അഥവാ ത്രിപുരസുന്ദരിയുടെ സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു. പ്രപഞ്ചത്തിൻ്റെ തന്നെ ജാമിതീയ രൂപം. 9 ത്രികോണങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച രീതിയിലാണ് ഘടന. ഇവയെ നവയോനി എന്നു പറയപ്പെടുന്നു. ഈ 9 ത്രികോണങ്ങൾ ചേർന്ന് 43 ചെറിയ ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് 9 ദേവീഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 16 താമര ഇതളുകൾ, 8 താമര ഇതളുകൾ, 3 വൃത്തങ്ങൾ, 4 കവാടങ്ങളുള്ള ചതുരം, മധ്യത്തിൽ ബിന്ദു എന്നിവ ചേർന്നതാണ് ശ്രീചക്രം. കേന്ദ്രത്തിലുള്ള ബിന്ദു സൃഷ്ടിയുടെ ഉദ്ഭവത്തെയും പര്യവസാനത്തെയും സൂചിപ്പിക്കുന്നു. 8 താമര ഇതളുകൾ സൂക്ഷ്മഭാവത്തിലും 16 താമര ഇതളുകൾ സ്ഥൂലഭാവത്തിലും പരാശക്തിയുടെ വിവിധ ഭാഗങ്ങളെയും ഭക്തരെയും സൂചിപ്പിക്കുന്നു. 3 വൃത്തങ്ങൾ പ്രപഞ്ചത്തിൻ്റെ വിവിധ തലങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 4 കവാടങ്ങളുള്ള ചതുരം ഭൗമതലത്തെയും ത്രിപുരസുന്ദരിയുടെ വാസസ്ഥലത്തെയും സൂചിപ്പിക്കുന്നു. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സമാധാനത്തിനും വിജയം നേടാനും ശ്രീചക്രം പൂജിച്ചു വരുന്നു. ശ്രീവിദ്യ ഉപാസനയുടെ കേന്ദ്രബിന്ദുവായ ശ്രീചക്രം ധ്യാനത്തിലൂടെ ആത്മസാക്ഷാത്കാരത്തിനും മോക്ഷത്തിനും സഹായിക്കുന്നു. ആത്മീയതയിൽ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്നവർക്ക് എന്നെ ഫോളോ ചെയ്യാം. ഞാൻ പ്രപഞ്ചന. താങ്ക് യു.